Hi everyone. Exactly ഒരു 10 ദിവസം മുമ്പ് അന്നായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എനിക്കും ചെറിയ രീതിയിൽ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ടിന് ഒത്തിരി മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് ഓൾറെഡി റിസൾട്ട് ലഭ്യമാവുന്ന പ്രൊഡക്റ്റ് ആണോ അതോ ജസ്റ്റ് ചീറ്റിംഗ് ആണോ എന്നല്ല. കാരണം അതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണ് ഏകദേശം 3200 രൂപയുടെ മുകളിൽ വരുന്നുണ്ട്. UAE-ലാണെങ്കിൽ 130 ദിർഹത്തിൻ്റെ ആ റേഞ്ചിലും അതും വരുന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ആവറേജ് റേറ്റ് 3000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ എത്രത്തോളം എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിന് റിസൾട്ട് ലഭ്യമാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ എൻ്റെ ഈ ഒരു മുടിയുടെ ഹെയറിൻ്റെ ഭാഗം നീ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് നോക്കാം ഞാനിത് ഉപയോഗിച്ചിട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ആവശ്യം നമുക്ക് നോക്കാം, ആ സമയത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നി നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ട് റിവ്യൂവും ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ആ പയ്യൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ മുടിയുടെ ഭാഗം ഞാൻ കവർ ചെയ്തെടുത്തു, റെക്കോർഡ് ചെയ്തെടുത്തു. അത് വെച്ചിട്ടായിരുന്നു ഞാനൊരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരു 12 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിയോ ഹെയർ ലോഷനെ കുറിച്ചിട്ടുള്ള ഫുൾ റിവ്യൂ ആയിരുന്നു പറഞ്ഞിട്ട്. എന്തായിരുന്നു നിയോ ഹെയർ ലോഷൻ, അത് എങ്ങനെ ഉപയോഗിക്കാം, അതിനകത്ത് ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്താണ്, അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതിൻ്റെ ഏത് കമ്പനിയാണ് ഇതിൻ്റെ ഒറിജിനലായിട്ട് ലഭ്യമാവുന്നത്, കൂടാതെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താണ്, നമുക്കിത് എവിടെയെല്ലാം ഉപയോഗിക്കാം, എവിടെ സൂക്ഷിച്ച് വെക്കാം, ആർക്കെല്ലാം ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ, അങ്ങനെ കുറിച്ചുള്ളൊരു ഫുൾ റിവ്യൂ ആയിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോനകത്തൊരു സുഹൃത്ത് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഭാഗം കാണിക്കുന്നത്, അദ്ദേഹത്തിന് മുടിയില്ലല്ലോ എന്നുള്ള രീതിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന കമൻറ്റാണത്. അപ്പോൾ അതാണ് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്, ശരിയാണല്ലോ, 10 ദിവസം മുമ്പ് ഞാൻ ആ ഫ്രണ്ടിൻ്റെ ഒരു തലഭാഗം കവർ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇന്നിപ്പോൾ ആ ഫ്രണ്ടിന് മുടി വന്നപ്പോഴോ ഇല്ലെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ അവനെ വീണ്ടും കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ എനിക്കൊരു എക്സൈറ്റഡുള്ളൊരു കാര്യം മനസ്സിലായത്. കാരണം അവനൊരു 12 ദിവസം കൊണ്ട് മികച്ചൊരു റിസൾട്ട് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം നിയോ ഹെയർ ലോഷൻ എന്ന് പറയുന്നത് ചിലരിൽ, അതായത് ഒരു ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് മുടി പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പക്ഷേ 2-3 മാസമൊക്കെ സമയം എടുക്കാം ഒരു പക്ഷേ വരാൻ ചാൻസ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് പോയവർക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ അവൻ്റെ മുടി വന്നത് വ്യക്തമായിട്ട് കാണാം. മുടി വന്ന ഭാഗമാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് 10-12 ദിവസത്തിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മുടി വന്ന ഭാഗമാണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള 10 ദിവസത്തിന് മുമ്പുള്ള മുടി പോയ ഭാഗം നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ നിയോ ഹെയർ ലോഷൻ്റെ ഫുൾ റിവ്യൂ ചെയ്തിട്ടുള്ള പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ വളരെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് വിത്തിൻ 12 ഡേയ്സ്. അത് വളരെ ഷോക്കിംഗ് ആണ്. കാരണം നമ്മൾ റീഗെയിനൊക്കെ സ്വാഭാവികമായിട്ട് ജനറ്റിക്കായിട്ട് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് പോയ മുടി കൊഴിഞ്ഞു പോയ വ്യക്തികൾക്ക് ഉപയോഗിച്ചിട്ട് പോലും ഏകദേശം 2-3 മാസം എടുക്കാറുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ചിട്ട് വിത്തിൻ 2 വീക്ക് എന്നൊക്കെ പറയും, 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം 12 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മുടി അനവധിയായിട്ട് വളർന്നു വന്നു എന്നല്ല, പുതിയ മുടികൾക്ക് വരാൻ വേണ്ടിയിട്ട് ഹെയർ റൂട്ടിൻ്റെ ഭാഗത്ത് പുതിയ ഹെയർ ഫോളിക്കിൾ, പുതിയ ചെറിയ നാരുകൾ അല്ലെങ്കിൽ ചെറിയ ഹെയർ ഫോളിക്കുകൾ വളർന്നു വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതകരമായ കാര്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മുടിയെല്ലാം ഹെയറെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായ ന്യൂട്രിയൻ്റ്, വൈറ്റമിൻസ് അല്ലെങ്കിൽ ബയോട്ടിൻ പോലുള്ള മിനറൽസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അത് കൊഴിഞ്ഞു പോകാതെ വീണ്ടും നിലനിർത്താൻ കഴിയാം. പലരും പറയുന്നുണ്ട് നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം പോകുന്നുണ്ട് എന്നുള്ളതെല്ലാം. അത് കോമൺ ആയിട്ട് നമ്മൾ മിനോക്സിഡിൻ്റെ ഉപയോഗിക്കുന്ന വ്യക്തികൾ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്. അവർക്ക് ഉപയോഗിക്കുന്നവർക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്, നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഡെർമ റോളർ, അതായത് ഒരു 0.5 mm ഡെർമ റോളർ ഉപയോഗിക്കണം. കാരണം എൻ്റെ ഫ്രണ്ട് ഡെർമ റോളർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 3 ആഴ്ച കൂടുമ്പോഴാണ് 0.5 mm ഡെർമ റോളർ ഉപയോഗിക്കേണ്ടത്. ആ സ്ഥാനത്ത് നമുക്കൊരു 0.2 to 0.25 mm ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 1.5 ദിവസങ്ങളിലൂടെ ഒരു ആൾട്ടർനേറ്റീവ് ഡേ എന്നുള്ള ഗ്യാപ്പ് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. 0.5 mm ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഡെയിലി ചെയ്യാൻ കഴിയില്ല. അത് പക്ഷേ ബ്ലീഡിങ് അല്ലെങ്കിൽ അസഹനീയമായ വേദന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എല്ലാം വരാൻ കാരണമാകും. അത് നമുക്ക് 3 ആഴ്ചയിൽ ഒരു പ്രാവശ്യം, അതായത് ഇപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 21ാമത്തെ ദിവസം നമുക്ക് വീണ്ടും ചെയ്യാം. ആ രീതിയിലേ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് 0.25
ടു 0.25 mm ആ രീതിയിലുള്ള 0.20 to 0.25 mm എന്നുള്ള രീതിയിലുള്ള ഡെർമ റോളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2-3 തവണ നമുക്ക് ചെയ്യാം. സോ അപ്പോൾ മുടി വന്നിട്ടുള്ളൊരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ദിവസത്തിന് ശേഷം നല്ലൊരു റിസൾട്ട് ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫേക്കും ഒറിജിനലും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എൻ്റെ ഫ്രണ്ട് മേടിച്ചിട്ടുള്ളത് ന്യൂൺ എന്നുള്ളൊരു UAE ഉള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. എവിടെയാണ് ഒറിജിനൽ ലഭ്യമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വ്യക്തമായിട്ട് എൻ്റെ കയ്യിലുള്ള 2 എണ്ണം ഞാൻ ഓൺലൈൻ ഗ്രീൻ വെൽത്ത് എന്നുള്ള അവരെ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് പോയി മേടിച്ചിട്ടുള്ളതാണ്. ഐ മീൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന അവിടുന്ന്, അദ്ദേഹം ഹോങ്കോങ്ങിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ്, അവിടുന്ന് ഡയറക്റ്റായിട്ട് എനിക്ക് പാർസൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹോങ്കോങ്ങിൽ ഫേക്ക് കിട്ടുന്നുണ്ടോ, ആരാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒറിജിനൽ ലഭ്യമാക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഇതിൻ്റെ കമ്പനി മാനുഫാക്ചർ ചെയ്തിട്ടുള്ളവർ അവർ അവകാശപ്പെടുന്നത് ഇതിൻ്റെ ഗ്രീൻ വെൽത്ത് ഹെൽത്ത് കെയർ കമ്പനി LTD എന്നുള്ളതാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്.